ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ഇന്നും ഓർപ്പിക്കുകയാണ്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം 73 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. സങ്കീർത്തനം 73:5. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളുടെ അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മറ്റരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റ് മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആർക്കും ചോദ്യം ചെയ്യുവാൻ കഴിയാതെ വണ്ണം മാറ്റമില്ലാത്ത ഒരു സത്യമാണ് ദൈവം നല്ലവനാണ് എന്നുള്ളത്. ഇവിടെ ആസാഫ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവം നല്ലവനാണ്, നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണ് നിശ്ചയം, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ വിശ്വാസ ജീവിതത്തിൽ ഏറെക്കുറെ ഇടർച്ചകൾ സംഭവിക്കുവാൻ തക്കവണ്ണം, ആ വിശ്വാസ യാത്രയിൽ ഒരു ഇടർച്ച, ഒരു തകരാർ സംഭവിക്കാൻ തക്കവണ്ണം, കാലുകൾ വഴുതി പോകുവാൻ തക്കവണ്ണം ചില കാര്യങ്ങളെ കണ്ടിട്ട് ഈ ഭക്തന് തോന്നുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്ത്യ ജീവിതത്തിൽ ഈ സങ്കീർത്തനക്കാരൻ പറയുന്ന അതേ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അതിൻ്റെ അടുത്ത വാക്യങ്ങൾ നോക്കുമ്പോൾ ദൈവം നല്ലവനാണ്, നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണ് നിശ്ചയം, അതിന് യാതൊരുവിധ സംശയങ്ങളുമില്ല. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഞാൻ അല്പം ഒന്ന് മനസ്സ് ചഞ്ചലിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ഒന്ന് ഇടറിപ്പോയി, ഒന്ന് വഴുതിപ്പോയി. എൻ്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളുടെ അസൂയ തോന്നി. ഇവിടുത്തെ ഈ കാലുകൾ വഴുതി പോകുവാൻ, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അല്പം ഒന്ന് മാറി നിൽക്കുവാൻ, ഒന്ന് ഇടർച്ച വരുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് അഹങ്കാരികളോട് തോന്നിയ ഒരു അസൂയയാണ്. എന്താണ് അതിൻ്റെ കാരണം? അവർക്കൊരു വേദനയില്ല, അവർക്കൊട്ടും വേദനയില്ല. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മറ്റരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റ് മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നുമില്ല. ക്രിസ്ത്യ വിശ്വാസത്തിൽ നാം നിന്ന് ചുറ്റുപാട് നോക്കുമ്പോൾ, ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ നോക്കുമ്പോൾ, അവർക്ക് രോഗങ്ങളില്ല, അവർക്ക് കഷ്ടങ്ങളില്ല, അവർക്ക് പണത്തിൻ്റെ സ്വാധീനങ്ങളുണ്ട്, അവർക്ക് നല്ല സമൃദ്ധിയുണ്ട്, സന്തോഷമുണ്ട്, അവർക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല, ഒന്നിനാലും അവർ ബാധിക്കപ്പെടുന്നില്ല. നമുക്കാണെങ്കിലോ നമുക്ക് പ്രാർത്ഥനയുണ്ട്, വചനധ്യാനമുണ്ട്, സുവിശേഷം അറിയിക്കുന്ന പരിപാടികളുണ്ട്, കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും ഭക്തിയോടെ ജീവിച്ചിട്ടും നമുക്ക് എപ്പോഴും കഷ്ടതയും പ്രശ്നങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പല രീതിയിലുള്ള ആപത്തുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ വിശ്വാസികൾക്കുള്ളതുപോലെ കഷ്ടതയോ ഞെരുക്കമോ അല്ലെങ്കിൽ ബാധിക്കപ്പെടലോ ഒന്നും ഈ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇല്ല. അവരുടെ ശരീരമൊക്കെ പൊട്ടിക്കൊണ്ട് അങ്ങോട്ട് തടിച്ച് വീർത്തിരിക്കുകയാണ്. അവർ വഞ്ചന ഉള്ള ആളുകളായതുകൊണ്ട് അവരുടെ താഴെയുള്ളവരെ ഒരു വിലയും മതിക്കാതെ അവർ താഴേക്കിട്ട് ചവിട്ടുന്നത് അല്ലെങ്കിൽ വില കുറച്ച് കാണുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ ശപിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അവരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ചീത്ത വാക്കുകൾ നിറഞ്ഞതാണ്. അവരെന്ത് സംസാരിക്കുമ്പോൾ അതിനകത്ത് മോശമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ശരിക്കും അവരുടെ ശരീരഭാഷ, അവർ വരുന്ന ഒരു ശരീരഭാഷ എന്ന് പറയുന്നത് ഞാൻ വരുന്നു, വഴിമാറുക എന്നുള്ള ഒരർത്ഥത്തിലാണ് അവർ നടക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാധാരണ ജനങ്ങളെല്ലാം അവരെ പുകഴ്ത്തുന്നു, അവരെ കണ്ട് താണ വണങ്ങി ബഹുമാനിക്കുന്നു. എന്നാൽ ഭക്തിയോടെ ജീവിക്കുന്ന, നിർമ്മല ഹൃദയത്തോടെ ജീവിക്കുന്ന, വിശ്വസ്തയോടെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് കഷ്ടവും ഞെരുക്കവും ദുഃഖവും ഇങ്ങനെ അനേക പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നു. ഇതെല്ലാം ഈ സങ്കീർത്തനക്കാരൻ നോക്കി കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചാൽ ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ താണ്ടാ കടവുൾ. അവൻ ചിന്തിക്കുന്നത് വേറെ ദൈവമൊന്നുമില്ല. ദൈവം എങ്ങനെ അറിയുന്നു? ദൈവത്തിന് അത്യുന്നതിന് വല്ല അറിവുണ്ടോ? ഈ സങ്കീർത്തനം മുഴുവനായിട്ട് വായിക്കുമ്പോൾ നമുക്കിതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഞാനാണ് ദൈവം, എനിക്ക് മീതെ വേറെ എന്നാ ദൈവം ഇരിക്കണേ? എനിക്ക് മീതെ വേറെ ദൈവമൊന്നുമില്ല. ദൈവത്തിന് എന്തറിയാം? ഞാൻ പറയുന്നതാണ് ന്യായം, ഞാൻ പറയുന്നതാണ് നീതി. അങ്ങനെ അവൻ ചിന്തിക്കുകയും വ്യാജം വിശ്വസിക്കുകയും വഞ്ചന കാണിക്കുകയും ചതിവും അഹങ്കാരങ്ങളെല്ലാം നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഭക്തനായ ഒരു വിശ്വാസി ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവമേ നമ്മളിത്ര ഭക്തിയോടെ, വിശ്വാസത്തോടെ, വിനയത്തോടെ എല്ലാം ജീവിച്ചിട്ടും അവന്മാർക്ക് ഒരു കുഴപ്പമില്ല, അവരിങ്ങനെ
ഭീഷണി വാക്കെല്ലാം പറഞ്ഞ് തടിച്ചുരുണ്ട് കണ്ണുകളെല്ലാം പുറത്തേക്ക് തള്ളി അവരാണ് ദൈവം എന്നുള്ള ഭാവത്തിൽ അവർ നടക്കുകയാണ്. മാന്യമായ ഭക്തിയുള്ള ഈ ജീവിതത്തിൽ എന്ത് നന്മയാണുള്ളത്? നമുക്കൊരു നിമിഷത്തേക്കെങ്കിലും തോന്നിപ്പോവാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്, അനേക ഭക്തന്മാർക്ക് തോന്നിയിട്ടുണ്ട്, ഈ സങ്കീർത്തനക്കാരനായ ആസാഫിന് തോന്നിയിട്ടുണ്ട്. നാം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നു, വചനധ്യാനത്തിന് വേണ്ടി സമയം വേർതിരിക്കുന്നു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു, സുവിശേഷം അറിയിക്കുന്നു, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നു, സ്വന്തക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാം പലപ്പോഴും വേദനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ പല പാരമ്പര്യങ്ങളെയും അനാചാരങ്ങളെയും നമ്മൾ മാറ്റി നിർത്തി, അവിടെ നിന്നെല്ലാം ആചാരങ്ങളെല്ലാം നമ്മൾ മാറ്റി നിർത്തി പോന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമുക്ക് പ്രതിഫലമായിട്ട് കിട്ടുന്നതോ പ്രയാസവും കഷ്ടതയും ഞെരുക്കവും ഒറ്റപ്പെടലും തള്ളിക്കളയിലും എല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ ഈ ആസാഫ് ഒരു കാര്യം ചെയ്തു. തൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ അനേക സംശയങ്ങൾ ഉണ്ടായെങ്കിലും സഹവിശ്വാസികളുമായിട്ട് ഇത് ഷെയർ ചെയ്യാനായിട്ട് പോയില്ല. കാരണം മറ്റുള്ളവരുടെ വിശ്വാസം മറിച്ച് കളയുവാൻ ഒരുപക്ഷെ അത് കാരണമായി തീർന്നേക്കാം. കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം പത്രോസ് ഒരു സമയത്ത് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വള്ളവും വലയെല്ലാം ഇട്ട് നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരിക്കൽ കർത്താവ് തന്നെ വേറൊരു സാഹചര്യത്തിൽ പത്രോസിനോട് പറഞ്ഞു, നിങ്ങൾക്ക് മടങ്ങിപ്പോകാൻ മനസ്സുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും എന്ന് പത്രോസ് പറഞ്ഞതാണ്. എന്നാൽ പിന്നീട് അദ്ദേഹം തള്ളി പറയുകയും അങ്ങനെ പല വീഴ്ചകളെല്ലാം അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പലരും ഭയങ്കര നിരാശയിലകപ്പെട്ടു. അങ്ങനെ നിരാശയിലകപ്പെട്ട സമയത്ത് പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. പണ്ട് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നയാളാണ്, വള്ളവും വലയും എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ച് ഇറങ്ങി തിരിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ട ഒരു 6 എണ്ണം കൂടെ അങ്ങോട്ട് പോയി മീൻ പിടിക്കാൻ. ഒന്നും കിട്ടിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ നിരാശയുടെ ഒരു വാക്ക് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബാധിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു കഷ്ടതയും ഞെരുക്കമൊക്കെ വരുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടത വിട്ടുമാറാത്തത് എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു തോന്നൽ ഉളവാക്കിയേക്കാം. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ ആസാഫ് ഇത് മറ്റുള്ള സഹവിശ്വാസികളുമായിട്ട് പങ്കുവെച്ചിരുന്നെങ്കിൽ അവൻ എന്നേക്കും ഒരു ദോഷം ചെയ്യുമായിരുന്നു. അവൻ പങ്കുവെച്ചില്ല. അവൻ എന്ത് ചെയ്യുന്നറിയാവോ? അവൻ ദൈവസന്നിധിയിലേക്ക് ചെന്നു. എന്താണ് ഇതിൻ്റെ അവസാനം? ഈ ദുഷ്ടന്മാരുടെ ഈ ഒരു നടപ്പിന്, ഈ അഹങ്കാരികളുടെ, ഈ വഞ്ചനക്കാരുടെ, ഈ ചതിയന്മാരുടെ നടപ്പിൻ്റെ അവസാനം എന്താണെന്ന് അറിയുവാൻ അവൻ ദൈവമന്ദിരത്തിലേക്ക് ചെന്ന്, ദൈവസന്നിധിയിലേക്ക് ചെന്ന് അവൻ പ്രാർത്ഥനയോടുകൂടി തൻ്റെ ചിന്തകളെല്ലാം ദൈവം വെച്ചപ്പോൾ ദൈവം അവൻ്റെ മനസ്സിലേക്ക് ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. എന്താണ്? ഒടുവിൽ ഞാൻ അതിൻ്റെ 73-ാം സങ്കീർത്തനത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴിവഴിപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവേ, നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കൊത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനും ആയിരുന്നു. ചില കാര്യങ്ങൾ നമുക്കറിയില്ല. ദൈവം ഇതെല്ലാം നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ഈ ദുഷ്ടന്മാരുടെ ഈ അന്യായങ്ങളും സൂത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം ദൈവം നോക്കിക്കൊണ്ടായിരിക്കണം. അപ്പോൾ ഇവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്ന് ദൈവസന്നിധിയിലേക്ക് തൻ്റെ ഹൃദയങ്ങളെ ഉയർത്തിയപ്പോൾ ദൈവികമായ ചിന്തകളും ആലോചനകളും ദൈവം അവന് കൊടുത്തു. എന്താണ്? അവരെ വഴിവഴിപ്പിൽ നിർത്തിയിരിക്കുക. അവർ വീണ പിന്നെ എഴുന്നേൽക്കാനായിട്ട് കഴിയില്ല. നീതിമാനാണെങ്കിലോ, നീതിമാൻ 7 പ്രാവശ്യം വീണാൽ എഴുന്നേൽക്കും. എന്നാൽ ഈ ദുഷ്ടൻ വീണ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാനായിട്ട് പറ്റില്ല. കാരണം വഴിവഴിപ്പിലാണ് അവനെ നിർത്തിയിരിക്കുന്നത്. ഈ സങ്കീർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഞാൻ പോണ്ടിച്ചേരിയിൽ ദൈവത്തിൻ്റെ വിളിയാൽ വന്നു. ഇവിടെ വന്ന് ഒരു ചെറിയ വീട് വാങ്ങി. എന്നാൽ അതിൻ്റെ മുകളിലെ നില പണിയാമെന്ന് വിചാരിച്ച് അതിൻ്റെ പണിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആ ലോക്ക്ഡൗൺ ടൈമാണ് ഇവിടെ പണി ആരംഭിച്ചു. അപ്പോൾ ഇവിടെ ആളുകളെല്ലാം ആ സമയത്ത് വളരെ കുറവാണ്. എല്ലാവരും വീട്ടിൽ നിന്നെല്ലാം പുറത്തിറങ്ങാതിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ രാത്രിയിൽ സാധനങ്ങളെല്ലാം ഇവിടെ വന്ന് കിട്ടുകയും വളരെ ദൂരെ നിന്ന് കുറച്ച് പണിക്കാർ അവർ വെളുപ്പിന് 6 മണിക്ക് വരും, 12 മണി വരെ പണി അവർ തിരികെ പോകും. അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് പണിതുകൊണ്ടിരുന്നത്. അങ്ങനെ ആ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ, ഇവിടെ അടുത്തുള്ള ഒരു പോലീസുകാരൻ, ഒരു മലയാളിയാണ്, പോണ്ടിച്ചേരി പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇടയ്ക്ക് വരികയും പരിചയപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ ഈ ജിമ്മറിലെ സ്റ്റാഫുകളുടെ എല്ലാം ഒരു സുഹൃത്തും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ എൻ്റെ മകനോടും മറ്റുള്ള ജിമ്മർ സ്റ്റാഫുകളോടെല്ലാം ചോദിച്ചു, ഇയാൾ എങ്ങനെയുണ്ട്, ഇയാൾ കുഴപ്പക്കാരനാണോ? ഇല്ല ഇല്ല ഉപയോഗിച്ചിട്ടാ, അയാൾ കുഴപ്പക്കാരനൊന്നുമല്ല, പ്രശ്നക്കാരനൊന്നുമല്ല എന്ന് ഇവരുടെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. അപ്പോൾ ഇദ്ദേഹം വന്ന് എന്നോട് കൂടുതൽ അടുക്കുകയും അങ്ങനെ ചിലപ്പോൾ രാത്രിയിൽ മണിക്കൂറുകളോളം ഞങ്ങൾ ആ വീടിൻ്റെ മുറ്റത്ത് നിന്ന് സംസാരിക്കുകയെല്ലാം ചെയ്യും. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകും. ആ പരിചയം കൂടി വന്നപ്പോൾ കുഴപ്പമില്ല എന്ന് എനിക്കും തോന്നിയപ്പോൾ, ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ആരെയും വിശ്വസിക്കുന്ന ഒരാളല്ല, അപ്പോൾ കുഴപ്പമില്ല എന്ന് എനിക്കും ഒരു ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, സാർ, എനിക്ക് ഈ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം മാറി ഒരു സേട്ടിൻ്റെ സ്ഥലം കിടക്കുന്നത്, ഒരു 30,000 സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട്. അദ്ദേഹം അത് വിൽക്കാനായിട്ട് പോവുകയാണ്. ചെന്നൈയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്.
അത് ഇവിടെയുള്ള ആളുകളോട് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നെ പറ്റിച്ചിട്ട് പോകും, അവരെന്നെ ഏമാത്തിയിട്ട് പോകും. ഞാൻ പോലും അറിയാതെ അവർ ബിസിനസ് നടത്തും. അതുകൊണ്ട് ഞാൻ ആരോടും പറയാതെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടി ആ ബിസിനസ് നടത്തുകയാണെങ്കിൽ ഒരു ന്യായമായ ലാഭം എടുത്തിട്ട് നമുക്കത് കച്ചവടം ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പൈസ മുടക്കണ്ട, ഫണ്ട് ഇറക്കണ്ട. സേട്ടിനോട് സ്ഥലം വാങ്ങുന്നു, അത് രജിസ്ട്രേഷൻ സമയത്ത് പിരിച്ച് ജിമ്മറിലെ സ്റ്റാഫുകൾക്കായിട്ട് കൊടുക്കുന്നു എന്ന് പറയും. ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം, നമ്മൾ പണം മുടക്കാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്നെ സ്ഥലം കൊണ്ട് കാണിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും കാണിക്കാമെന്ന്. പിറ്റേ ദിവസം അദ്ദേഹത്തെ ആ സ്ഥലം കൊണ്ടുപോയി കാണിച്ചു. ചുറ്റുമതിലൊക്കെയുള്ള ഒരു 30,000 സ്ക്വയർ ഫീറ്റ് നല്ല സ്ഥലം, ഹൈവേയുടെ തൊട്ടടുത്താണ്. അങ്ങനെ കാണിച്ചു. അങ്ങനെ അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛന് സേട്ടുമായിട്ട് പരിചയമുണ്ട്? ഞാൻ പറഞ്ഞു സേട്ടുമായിട്ട് പരിചയമുണ്ട്, നമുക്ക് അയാളുടെ വീട്ടിൽ പോകാം, നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഞാൻ ഈ പോലീസുകാരനെയും കൂട്ടി ചില ദിവസം കഴിഞ്ഞപ്പോൾ സേട്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന കാര്യങ്ങൾ ഞാനെല്ലാം ഓപ്പണായിട്ട് സേട്ടിനോട് പറഞ്ഞു, സാറേ ഇത് വാങ്ങാനായിട്ട് എൻ്റെ കയ്യിലോ ഈ സാറിൻ്റെ കയ്യിലോ പൈസ ഇല്ല, ഇതൊക്കെ ഒരു പോലീസുകാരനാണ്, ഞങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സാറിനോട് ഈ സ്ഥലം ഞങ്ങൾ വാങ്ങുന്നു, അത് പിരിച്ച് ഒരു 8-10 ജിമ്മർ സ്റ്റാഫിനായിട്ട് പിരിച്ചു കൊടുക്കുന്നു. ആ ഫണ്ട് സാറ് വാങ്ങുന്നു. ഞങ്ങൾ വാങ്ങുന്നതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റിന് 50 രൂപയോ 100 രൂപ ലാഭം എടുത്തിട്ട് ആ ഫണ്ട് ഞങ്ങൾക്ക് സാറ് തരണം. ആ രീതിയിലാണ് ഞങ്ങളത് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, നീ അത് അങ്ങനെ ചെയ്തോളാനായിട്ട് പറഞ്ഞു. എനിക്ക് എൻ്റെ സ്ഥലത്തിനകത്ത് ഒരു 10 വീട് വരുന്നത് സന്തോഷമുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം പറയുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ സംസാരത്തിൽ അതിൻ്റെ വില പറഞ്ഞ് ഉറപ്പിച്ചു. വളരെ കുറഞ്ഞൊരു വിലയായിരുന്നു. അങ്ങനെ വില പറഞ്ഞ് ഉറപ്പിച്ചു. അപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ജെറോക്സ് കോപ്പി ഒന്ന് വേണം, ഞങ്ങൾക്ക് ജിമ്മറിലെ സ്റ്റാഫിനെ കാണിച്ചു കൊടുക്കാനായിട്ട് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 3 ലക്ഷം രൂപ നീ അഡ്വാൻസ് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 3 ലക്ഷം രൂപ അഡ്വാൻസ് ഒന്നും തരില്ല, ഞാനൊരു 5,000 രൂപ തരാം, എനിക്ക് അതിൻ്റെ ആധാരത്തിൻ്റെ കോപ്പികൾ തരാനായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 5,000 രൂപയോ? ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ, സാറിന് എന്നെ വിശ്വാസമുണ്ടല്ലോ? ഇരിക്കുന്നതിന് വിശ്വാസമുണ്ട്, പക്ഷേ എന്ന് വെച്ചിട്ട് 5,000 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നെ വിശ്വസിക്കാം പൂർണ്ണമായിട്ടും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജെനുവിനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ശരി, ഒരു കാര്യം ഒരു 11,000 രൂപ തരാനായിട്ട് പറഞ്ഞു. എന്ത് കണക്കാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു 11,000 രൂപ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചു, അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫണ്ട് അവിടെ ചെന്നിട്ട് ഞങ്ങൾ സാറിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം, സാറ് ഞങ്ങൾക്ക് ഇമെയിലായിട്ട് അയച്ചു തന്നാൽ മതി, ആധാരത്തിൻ്റെ കോപ്പി അയച്ചു തന്നാൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. എൻ്റെ കാറിൽ ഈ പോലീസുകാരനെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ പെട്രോൾ ഒഴിച്ച് ഞാൻ ചിലവ് ചെയ്തല്ല ഈ കാര്യങ്ങൾ ഇത്രത്തോളം നടത്തി. ഇദ്ദേഹത്തിന് ചേട്ടനെ അറിയില്ല, ചേട്ടൻ്റെ സ്ഥലം അറിയില്ല, ഇതെല്ലാം ഞാൻ കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം 11,000 രൂപ ഞങ്ങൾ ഷെയർ കൂടി. ആ പോലീസുകാരനാണ് അയച്ചു കൊടുത്തത്. അയാളുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ അയച്ചു കൊടുത്തു. ജെറോക്സ് കോപ്പി അയാൾക്ക് കിട്ടി. അപ്പോൾ ഞാൻ ആ ജെറോക്സ് കോപ്പിയുടെ ഒരു കോപ്പി എനിക്ക് തരാനായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹം തന്നില്ല. അപ്പോൾ ഞാൻ സേട്ടനോട് പറഞ്ഞു എനിക്കിങ്ങോട്ട് ഒരു കോപ്പി അയച്ചു തരാനായിട്ട് പറഞ്ഞു. അദ്ദേഹം എനിക്ക് ഉടനെ തന്നെ കോപ്പി അയച്ചു തന്നു. അങ്ങനെ കോപ്പി അയച്ചു തന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോയി. അപ്പോൾ നമുക്കിതൊന്ന് അളന്ന് തിരിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി അളന്നു. ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇന്ന രീതിയിൽ അത് തിരിച്ചു കൊടുക്കാം, ഇങ്ങനെ വഴിയിടാം എന്നെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തു. അതിനുശേഷം വീണ്ടും അത് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എൻ്റെ മകനെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞു മകനെ കമ്മീഷനൊന്നും കൊടുക്കുകയൊന്നും വേണ്ട, അവൻ ഈ ബിസിനസ്സിൽ ഇല്ല എന്നെല്ലാം ഇയാളോട് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അത് ഒരു സക്സസ് ആയിട്ട് നമുക്കത് അളന്ന് കിട്ടിയില്ല. അപ്പം നമ്മൾ വേറെ എഞ്ചിനീയറെ സമീപിക്കാനായിട്ട് പോയി. അങ്ങനെ എഞ്ചിനീയറെ സമീപിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഇദ്ദേഹം ഒരു പയ്യനെ ജിമ്മറിലെ ഒരു സ്റ്റാഫിനെ കൂടെ കൂട്ടി. ഞാൻ പറഞ്ഞു ഇവൻ എന്തിനാണ്? ഇല്ല അവൻ ചുമ്മാ വന്നോട്ടെ വെച്ചാൽ. ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ ബിസിനസ്സിൽ അവൻ്റെ ആവശ്യമില്ല, അവനെ പറഞ്ഞു വിടാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവൻ പോയി. വീണ്ടും എന്തോ ഒരു ആവശ്യത്തിന് പോകാൻ നേരത്ത് ഇവനെയും കൂട്ടിയിട്ട് വന്നു. അപ്പോൾ ഞാൻ ഈ പയ്യനോട് ചോദിച്ചു, എടാ മോനെ, ഞാനും സാറും തമ്മിലാണ് ബിസിനസ്, നിനക്കറിയാമല്ലോ? അതെ, പിന്നെന്തിനാണ് നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വരുന്നത്? എന്നെ സാറ് വിളിച്ചിട്ട് വരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ എന്തിനാണ് അവനെ കൂട്ടിയിട്ട് വരുന്നത്? ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം അവനെ അവോയ്ഡ് ചെയ്തിട്ട് ഞാനും അദ്ദേഹത്തും കൂടി പോയി ആ കാര്യങ്ങൾ പ്രോഗ്രസ് ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഒരു അവിശ്വാസിയാണ്, എനിക്ക് ഭയമുണ്ട്. കാരണം ഞാൻ പിന്നെ വിചാരിച്ചത് രജിസ്ട്രേഷനോ മറ്റു കാര്യങ്ങളും നമ്മളായിട്ട് ഡയറക്റ്റ് ഒന്നും ഇല്ലല്ലോ, അങ്ങ് കൊടുത്ത് അവസാനിപ്പിക്കാണല്ലോ എന്ന് വിചാരിച്ചില്ലായിരുന്നു. എന്നാൽ 3-ാം വട്ടവും ഈ സെയിം അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഒരു കാര്യം ചെയ്യാം, ഞാൻ സാറും തമ്മിൽ ബിസിനസ് ശരിയാകില്ല, സാർ അവനെ കൂട്ടി നടത്തിക്കോ, എനിക്കൊരു കാര്യം ചെയ്താൽ മതി, ആ 5,500 എനിക്ക് തിരിച്ചു തന്നാൽ മതി. ഞാനിപ്പോൾ സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ട്, സേട്ടുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, അത്യാവശ്യം എനിക്കറിയാവുന്ന മറ്റേ എന്താ പറയുന്നത് ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം സാറിന് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇനി സാറ് നടത്തിക്കോ എന്ന് പറഞ്ഞു. എന്താ ചെയ്യാൻ അങ്ങനെ പറയണേ? ഇല്ലല്ല, സാറ് നേഴ്സറി കുട്ടി ഒന്നും അല്ലല്ലോ, സാറിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഒരു പയ്യനെ അതിനകത്ത് ആഡ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വരുന്നു, അതിനകത്തൊരു സൂത്രമുണ്ട്, ഒരു വഞ്ചനയുണ്ട്, അതുകൊണ്ട് എനിക്കത് വേണ്ട, സാറ് നിങ്ങൾ രണ്ടുപേരുടെ നടത്തിക്കോ എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് മാറി ഞാൻ വീട്ടിലേക്ക് പോകും. അങ്ങനെ അദ്ദേഹം ശരിയെന്ന് പറഞ്ഞ് പോയെങ്കിലും ഇദ്ദേഹം എൻ്റെ മകനെയും ജിമ്മറിലെ വേറെ 3-4 സ്റ്റാഫുകളെല്ലാം കൂട്ടി വീട്ടിലേക്ക് വരികയും എന്നോട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യരുത്, അത് നിങ്ങൾ ഒരുമിച്ച് നടത്തണമെന്നെല്ലാം പറഞ്ഞ് ഇവർ റെക്കമെൻഡ് ചെയ്തു. എൻ്റെ മകനടക്കം റെക്കമെൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ യാതൊരു ബിസിനസ്സിനും ഞാനില്ല, എനിക്ക് ആ ലാഭവും വേണ്ട, ഞാനൊരു പരാതിക്കുമില്ല, എൻ്റെ 5,500 രൂപ തിരിച്ചു തന്നാൽ മതി, അദ്ദേഹം നടത്തിക്കോട്ടെ, സേട്ടുമായിട്ട് ബിസിനസ് നടത്തിക്കോട്ടെ, ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് സ്ഥലം കാണിച്ചു, എല്ലാം ഞാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞു.
അങ്ങനെ അവരുടെ നിർബന്ധങ്ങൾക്ക് ഞാൻ വഴങ്ങില്ലാന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയി. അങ്ങനെ അദ്ദേഹം ആ ബിസിനസ് നടത്തുവാനായിട്ട് തീരുമാനിച്ചു. ഒരു മാസത്തിനുള്ളിൽ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണമെന്ന് സേട്ട് പറഞ്ഞു. എന്നാൽ ഒരു മാസത്തിനുള്ളിൽ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ ആ ബിസിനസ് ക്യാൻസലായി. ആ 11,000 രൂപ സേട്ട് തിരിച്ച് ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ സേട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, അയാൾ ഇതുവരെ ഒരു പ്രോഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ പൈസ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനപ്പോൾ ഈ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ 5,500 തിരികെ തരിക, സേട്ട് ഇപ്പം നിങ്ങൾക്ക് പൈസ തന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ തരാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം തന്നില്ല. അദ്ദേഹം വീണ്ടും ബിസിനസ്സിനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിൻ്റെ പേര് കുറച്ച് ഇങ്ങനെ പ്രസിദ്ധമായിട്ട് വന്നു. ഇങ്ങനെ സ്ഥലക്കച്ചവടമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെന്നെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോൾ നല്ല ഫാം ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു ബിസിനസ് ഷെയർ കൂടിയിട്ടാണ്, വേറെ 1-2 ആളുകളുമായിട്ട് ചേർന്ന് ഷെയർ കൂടിയിട്ട് ഒരു ബിസിനസ് നടത്തി. ജിമ്മർ സ്റ്റാഫിന് തന്നെ ഒരു 5-8 പ്ലോട്ട് അദ്ദേഹം അങ്ങനെ സെയിൽസ് നടത്തുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അങ്ങനെ സെയിൽസ് നടത്തി കഴിഞ്ഞതിന് ശേഷം ജിബ്ബറിൽ തന്നെ ഒരു സ്റ്റാഫ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പയ്യനാണ്, അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉപയോഗിച്ചിട്ടാ നിങ്ങൾ കാണിച്ച് വളരെ ബുദ്ധിമോശമായി പോയി, നിങ്ങൾ ആ പോലീസുകാരനായിട്ട് ചേർന്ന് നിൽക്കേണ്ടതായിരുന്നു. അത് ഇപ്പോൾ കണ്ടോ, അദ്ദേഹത്തിന് ഭയങ്കര പൈസ കിട്ടി, ഒരു പുതിയ ബിസിനസ് കിട്ടി, അദ്ദേഹം ഇപ്പോൾ വളരെ നല്ല സമ്പത്തുണ്ടാക്കി, നിങ്ങൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ ഗുണമുണ്ടാകുമായിരുന്നു എന്നെല്ലാം എന്നോട് ഒരു ബുദ്ധി ഉപദേശിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല സഹോദര, എനിക്കത് ശരിയാകില്ല, ഞാൻ അയാളുമായിട്ട് ശരിയാവില്ല, എൻ്റെ 5,500 തിരിച്ചു തന്നിട്ടില്ല, അത് നോക്കിയിട്ടാണ് ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബിസിനസ് നടന്നതോടു കൂടി ഈ പോലീസുകാരന് നാട്ടിൽ ഇവിടെ കുറച്ച് ഡിമാൻഡായി. പുള്ളി നല്ല കച്ചവടം നടത്തുന്ന ആളാണെന്നൊരു ചിന്തയായി. അങ്ങനെ സേട്ടിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പുള്ളി വീണ്ടും മുൻകൈ എടുത്തു. അങ്ങനെ ചിലരോടെല്ലാം അഡ്വാൻസ് വാങ്ങി പുള്ളി ഒരു 10 ലക്ഷം രൂപ സേട്ടിന് അഡ്വാൻസ് കൊടുത്തു. 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് ആദ്യം പറഞ്ഞതിനേക്കാൾ അല്പം വില കയറ്റി വെച്ച് ആ കച്ചവടം ഉറപ്പിക്കുകയാണ്. അങ്ങനെ കച്ചവടം ഉറപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ബിസിനസ് നടക്കണമെങ്കിൽ എന്നോട് വാങ്ങിയ 5,500 തിരികെ തരണം, ബാക്കി ഒന്നും എനിക്ക് വേണ്ട, നിങ്ങളുടെ ലാഭവും വേണ്ട, നിങ്ങളുടെ യാതൊന്നിലും ഞാൻ കൈകടത്തുകയില്ല, പക്ഷേ എൻ്റെ 5,500 തിരികെ തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഉടനെ അദ്ദേഹം ഞാൻ തരാമെന്ന് പറയുള്ളൂ, പക്ഷെ തരികയില്ല. അപ്പോൾ ഈ സ്ഥലം കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് ഒരു പാസ്റ്ററെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു. ആ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സ്ഥലക്കച്ചവടമൊക്കെ നടന്നിട്ടുണ്ട്, അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ഒന്നുമല്ല, ഞാനത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, സ്ഥലക്കച്ചവടം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ 5,500 രൂപ കിട്ടാണ്ട് ആ സ്ഥലക്കച്ചവടം നടക്കില്ല, എൻ്റെ 5,500 രൂപ അദ്ദേഹം തരണം, അത് തരാതെ വന്നാലേ കച്ചവടം നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സേട്ടുമായിട്ടുള്ള എഗ്രിമെൻറ്റ് 3 മാസത്തേക്കായിരുന്നു. ഞാനതിലേക്കൊന്നും കൈയെടുത്താനോ സേട്ടിനെ വിളിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാനായിട്ട് പോയിട്ടില്ല. ചില മാസങ്ങൾ മുന്നോട്ട് പോയി, 4 മാസമായി 5 മാസമായി, ഇവർക്ക് പറഞ്ഞ സമയത്ത് പൈസ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഏകദേശം ഒരു 10 മാസം കഴിഞ്ഞപ്പോൾ, 10-11 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ പോലീസുകാരൻ മറ്റുള്ള ഈ അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന പിള്ളേരോടെല്ലാം പറഞ്ഞു, ഒരു 10 ലക്ഷം 5 ലക്ഷം അങ്ങനെ പല റേഷ്യോയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരോട് പറഞ്ഞു, നാളെ മുഴുവൻ എമൗണ്ട് തരണം, മറ്റന്നാൾ രജിസ്ട്രേഷനാണ്, ഫണ്ട് മുഴുവൻ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൗണ്ട് ഏതോ പറഞ്ഞിട്ട് അവിടെ വെച്ച് ക്യാഷ് കൈമാറാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ അതിലൊരു പയ്യൻ, അവൻ ഞാനുമായിട്ടാണ് ഈ ബിസിനസ് മുൻപ് നടത്തിയിരുന്നതെന്നും അങ്ങനെ ഒഴിഞ്ഞതാണെന്നും എല്ലാം പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് വിഷമത്തിലായിട്ടുണ്ടായിരുന്നു. കാരണം 3 മാസം എന്ന് പറഞ്ഞിട്ട് നീണ്ടു പോയി, ഇപ്പോൾ മാസങ്ങൾ ഒരു വർഷാകാറായി. അപ്പോൾ അവനൊരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നു, എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു, ചോദിച്ചിട്ട് എങ്ങനെ ആ ബിസിനസ്സിൽ നിങ്ങൾ പങ്കാളിയായിരുന്നല്ലോ, ഞാനിപ്പോഴാണ് അതൊക്കെ അറിയുന്നത്, അതെന്തായിരുന്നു പിന്നീടുള്ള പ്രശ്നം? ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, പിന്നെ നീ ഫണ്ട് നാളെ കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞു, ഒന്ന് സൂക്ഷിച്ച് ചെയ്തോളൂ, ആദ്യം തന്നെ സേട്ടനൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് പുള്ളിയുടെ കയ്യിലുണ്ടോ, അതിൻ്റെ പ്രോഗ്രസ് എന്താണ്, ഇപ്പോഴത്തെ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ട് നീ ഒന്ന് കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, സേട്ടൻ്റെ നമ്പർ ഞങ്ങളുടെ കയ്യിൽ ഇല്ല കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സേട്ടനെ കോൺടാക്ട് ചെയ്യാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവൻ ആ വഴിയിലൂടെ സേട്ടുവിനെ പോയി കോൺടാക്ട് ചെയ്തു. അങ്ങനെ സേട്ടുവിനെ കോൺടാക്ട് ചെയ്തപ്പോൾ കഴിഞ്ഞ 6 മാസം മുമ്പേ ആ ബിസിനസ് ക്യാൻസലായി. കാരണം ഇദ്ദേഹം പറഞ്ഞ 3 മാസത്തിനുള്ളിൽ ആ ബിസിനസ് പണം ബാക്കിയുള്ളത് കൊടുക്കാതെ തരുന്നതിനാൽ സേട്ട് 10 ലക്ഷം രൂപ തിരികെ കൊടുത്തു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം ആ 10 ലക്ഷം രൂപ തിരികെ കൊടുത്ത് ആ ബിസിനസ് ക്യാൻസലായി. ഈ ബിസിനസ് ക്യാൻസലായ കാര്യം ഈ ജിമ്മറിൽ ഒരു സ്റ്റാഫിനെ ഇദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബിസിനസ് ക്യാൻസലായി, ബാക്കിയുള്ള പണം കൂടി ഇദ്ദേഹം വാങ്ങി വഞ്ചിക്കുവാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ഈ പയ്യൻ എൻ്റെ അടുക്കൽ വരുന്നതും ഞാൻ മുഖാന്തരം സേട്ടിനെ വിളിക്കുന്നതും അങ്ങനെ അത് ക്യാൻസലായ വിവരങ്ങളെല്ലാം അറിയുന്നു. അങ്ങനെ അവർ ബാക്കിയുള്ള പണം കൊടുക്കാതെ അവർ പറഞ്ഞു, നാളെ നമുക്ക് രജിസ്ട്രേഷൻ്റെ സമയത്ത് ഫുൾ പണം തരാമെന്ന് പറഞ്ഞു, മറ്റന്നാൾ നമുക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പതുക്കെ ലീക്ക് ഔട്ടായി 6 മാസം മുമ്പ് ഈ കരാറ് മറ്റേ ക്യാൻസലായെന്നും പുള്ളിക്ക് 10 ലക്ഷം രൂപ തിരികെ സേട്ട് കൊടുത്തു എന്നുള്ള വിവരം സ്പ്രെഡായി. അതോടുകൂടി പ്രശ്നങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഞാൻ അന്ന് ഈ പയ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, ഇങ്ങനെ ബേച്ചേട്ടൻ മാറിയത് ബുദ്ധിമോശമായി പോയി, ഇപ്പോൾ കണ്ടോ പുള്ളിക്ക് നല്ല ബിസിനസ്സൊക്കെ കിട്ടി, നിങ്ങൾ കാണിച്ച് വളരെ ബുദ്ധിമോശമായി എന്നല്ല എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനിതുപോലെ ഈ ആസാഫിൻ്റെ പോലെ ദൈവസന്നിധിയിലേക്ക് പോയിരുന്നു. കർത്താവ്, ഞാൻ ന്യായത്തോടും നീതിയോടും കൂടി നടന്നു, ഞാൻ കാണിച്ചു കൊടുത്ത സ്ഥലം, ഞാൻ അഡ്വാൻസ് കൊടുത്ത ഭൂമി, എനിക്ക് പരിചയമുള്ള സേട്ട്, എന്നാൽ ഇപ്പോൾ അയാൾ കാര്യങ്ങളെല്ലാം നടത്തുന്നു, അയാൾ വലിയ പണക്കാരനായിട്ട് മാറുന്നു, അയാൾ ബിസിനസ് എല്ലാം ചെയ്യുന്നു. അപ്പോൾ ദൈവം പെട്ടെന്ന് 73 സങ്കീർത്തനം എൻ്റെ ഹൃദയത്തിലൊക്കെ ഓർമ്മപ്പെടുത്തുന്നു, നിശ്ചയമായിട്ട് ഞാൻ അവനെ വഴിവഴിപ്പിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ളത്.
ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ജയിൽവാസം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ മറ്റേ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. നിശ്ചയമായിട്ടും അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, സമൂഹത്തിലുള്ള മാന്യത നഷ്ടപ്പെട്ടു, വില നഷ്ടപ്പെട്ടു. ആരെയും പറ്റിച്ചുകൊണ്ടും ചതിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും മുന്നോട്ട് പോകാമെന്ന് എത്ര ധനാഢ്യനായ വ്യക്തിയാണെങ്കിലും എത്ര സമൂഹത്തിൽ ഉന്നതനായ വ്യക്തിയാണെന്ന് തീരുമാനിച്ച് ചിന്തിച്ചാലും അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മളിതൊന്നും കണ്ടിട്ട് കലങ്ങേണ്ട കാര്യമില്ല. പിന്നീട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ ഹൃദയത്തിൽ കൊത്തുകൊണ്ടു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കൊത്തുകൊണ്ട് ഞാൻ ആ പാസ്റ്ററെ വിളിച്ചു. നിങ്ങൾ ഇച്ചിരി പണം കിട്ടിയപ്പോഴത്തേക്കും നിങ്ങൾ ഉടനെ അന്യായത്തിന് കൂട്ടുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അത് നടന്നു എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ 5500 ഇന്നും വരെ അയാൾ തന്നിട്ടില്ല. ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എൻ്റെ 5500 തന്നാൽ സാറിനൊരു പുരോഗതി ഉണ്ടാകും, ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അയാൾ വിളിച്ച ഫോൺ എടുക്കില്ല. ഞാനത് വിട്ടു. എന്തായാലും അത് വിട്ടു എന്ന് പറഞ്ഞാൽ ചതിവല്ലേ കാണിച്ചത്. ഞാൻ കൊണ്ടുപോയി പരിചയപ്പെടുത്തി, ഞാൻ കാണിച്ചു കൊടുത്ത് എല്ലാം ഞാൻ മുഖാന്തരം ചെയ്തതിന് ശേഷം എൻ്റെ അഡ്വാൻസ് പണം കൂടി തിരികെ തരാതെ അയാൾ എവിടെ വിജയിച്ചു പോകാൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ കർത്താവ് നല്ലവൻ. അവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, നിർമ്മല ഹൃദയമുള്ളവർക്ക് അവൻ നല്ലവൻ, നിശ്ചയം, അതിന് യാതൊരു സംശയമില്ല. എന്നാൽ ചില സമയത്ത് കാലുകൾ ഇടറിപ്പോകും. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ധ്യാനിക്കുന്നു, നമ്മൾ സുവിശേഷം അറിയിക്കുന്നു, എന്നിട്ട് നമുക്ക് കഷ്ടതയും ഞെരുക്കവും പ്രശ്നങ്ങളും തന്നെ. എന്നാൽ സുവിശേഷവും ഇല്ല, ദൈവവും ഇല്ല, ദൈവഭയമില്ലാതെ ജീവിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർ പോകുന്നതൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ അവരെ ദൈവം നിശ്ചയമായിട്ടും വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. അവർ വീണാൽ എഴുന്നേൽക്കാൻ കഴിയാതവണ്ണം വീണു പോകും. എന്നാൽ നീതിമാൻ വീണാൽ 7 പ്രാവശ്യം വീണാൽ എഴുന്നേറ്റ് വരും. എന്നാൽ ദുഷ്ടനായവൻ വീണ് കഴിഞ്ഞാൽ നിലം പരിചായിട്ട് പോകും. അവൻ എഴുന്നേൽക്കാൻ കഴിയാതവണ്ണം വീണു പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിലെ കഷ്ടതയും ഞെരുക്കവും ബുദ്ധിമുട്ടും കാണുമ്പോൾ, നിന്റെ ബന്ധുമിത്രാദികളാണെങ്കിലും നിന്റെ സ്വന്തക്കാരാണെങ്കിലും നിന്റെ സുഹൃത്തുക്കളാണെങ്കിലും അവർ ഉയർന്നു പോകുമ്പോൾ, അവരെ വഞ്ചനയും ചതിവും വ്യാജവും എല്ലാം കാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ, മുന്നേറി പോകുമ്പോൾ നിന്റെ കാലിടറണ്ട, നീ സംശയിക്കേണ്ട. നിന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറാത്തവനാണ്, അവൻ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണ്. കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ അവരെല്ലാം പറഞ്ഞത് മാറ്റി പറയേണ്ട അവസ്ഥയിലേക്ക് വന്നു. പ്രാർത്ഥിച്ച പാസ്റ്ററും ആകെ നാണം കിടുന്ന അവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ട് നമുക്ക് നല്ലവനായ ഒരു കർത്താവുണ്ട്. കർത്താവ് നല്ലവനാണ്. അവൻ ദുഷ്ടന്മാരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല. അഹങ്കാരികളോട് നമുക്ക് അസൂയ തോന്നാം, എന്നാൽ തോന്നേണ്ട കാര്യമില്ല എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യം, ഇത് ഞാൻ എൻ്റെ സഹോദരങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ തലമുറകളോട് ദ്രോഹം ചെയ്യുമായിരുന്നു. എന്നാൽ ഇത് ആരോടും പുള്ളി പറഞ്ഞില്ല. സത്യാവസ്ഥ എല്ലാം വെളിപ്പെടുത്തിയതുകൊണ്ട് ഇന്നത്തെ തലമുറയിൽ നിന്ന് നമുക്കിത് ആശ്വാസവും അനുഗ്രഹമായിട്ട് തീർന്നു. ആ സങ്കീർത്തനം മുഴുവൻ നിങ്ങൾ വായിച്ച് ധ്യാനിക്കുക. അവൻ പറയുകയാണ്, എൻ്റെ തലമുറകളോട് ഞാൻ പാപം ചെയ്യുമായിരുന്നു. എന്നാൽ സങ്കീർത്തനക്കാരൻ അതിൻ്റെ സത്യം മനസ്സിലാക്കി നമുക്ക് അറിയിച്ചു തന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുന്നേറാം. ഇന്ന് ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കഷ്ടതയും ഞെരുക്കവും ദുഃഖവും മാറുന്ന ഒരു ദിവസമുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതെല്ലാം ദൈവം മാറ്റും. ഇയ്യോബിന്റെ സഹിഷ്ണുത നീ അറിയുന്നു. ദൈവം അവന് വരുത്തിയ അവസാനം നീ കണ്ടുപിടിക്കുന്നു. എന്താണ് സംഭവിച്ചത്? അവനെല്ലാം ദൈവം ഇരട്ടിയായിട്ട് കൊടുത്തു. ഇന്ന് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം, വലിയ അനുഗ്രഹം ദൈവം തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ദുഷ്ടന്മാരെ കണ്ട് അസൂയപ്പെടേണ്ട. അവർ വീണു പോകും, അവർ നിലംപരിചായി പോകും. നീ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ, ആമീൻ.